അപ്പോഴേ ഇതാണ് കേട്ടോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. കാലത്ത് എണീറ്റ് നോക്കുമ്പോൾ നേരം വെളുക്കണില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിരിക്കുന്നത്. 7 മണി നേരെ പറയേ ഇവിടെ ഇതുവരെയായിട്ടും ഇരുട്ട് മാറിയിട്ടില്ല. അങ്ങനെ ഭക്ഷണമൊക്കെ ഞങ്ങളെടുത്ത് ഞങ്ങൾ അത്യാവശ്യം ഇവിടെ ഒരുപാട് ഫുഡ് നമുക്കൊരു ഓപ്ഷനൊന്നും ഇല്ല കേട്ടോ. ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ കേട്ടോ, എനിക്ക് ഇവിടുത്തെ ചീസില്ലേ എന്ത് രസമായിരുന്നു എന്നറിയോ. പ്രത്യേകിച്ച് ഞങ്ങൾ ഈ ഹോട്ടലിലത്തെ ഇവിടെ അവർ തന്നിട്ടുള്ള ആ ചീസിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഞാൻ ഇതുവരെയായിട്ട് അങ്ങനത്തെ ഒന്നും കഴിച്ചിട്ടില്ല. എന്താ പറയുക, നമ്മൾ ശരിക്കും ഫ്ലേവറൊക്കെ നമുക്ക് കറക്റ്റ് എടുത്തറിയാം. അതിപ്പോഴും എൻ്റെ നാവിൽ നിൽക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ടേസ്റ്റ്. ഇന്നലെ ഒരുപാട് നടന്നുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. അവന് നല്ല വിശപ്പുണ്ടായിരുന്നു. അവൻ നന്നായിട്ട് ഭക്ഷണം കഴിച്ചു കേട്ടോ. അവന് സാൻഡ്വിച്ചും കാര്യങ്ങളൊന്നും പോരാന്ന് പറഞ്ഞിട്ട് അവൻ കോംപ്ലക്സ് ഒക്കെ എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇന്നലെ രാത്രി വന്നതിന് ശേഷമാണ് ഞങ്ങൾ തീരുമാനങ്ങളൊക്കെ കുറച്ചൊന്ന് മാറ്റം വരുത്തിയത്. ഞങ്ങൾ ആദ്യം വിചാരിച്ച് സ്വിറ്റ്സർലാൻഡിൽ ഫസ്റ്റ് പോയിട്ട് അതിന് ശേഷം നമ്മൾ ലാസ്റ്റ് എങ്ങനെ പാരീസിലേക്ക് വരാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ നമ്മൾ വിചാരിച്ചപ്പോൾ ഓൾറെഡി ഞങ്ങൾ ഫ്രാൻസിലാണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് തിരിച്ച് അങ്ങോട്ട് പോയി അവിടെ നിന്ന് വീണ്ടും ഇങ്ങോട്ട് തന്നെ വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ. അതിനേക്കാൾ നല്ലത് നേരെ പാരീസിൽ പോകാം. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വന്നിട്ട് ഇന്ന് തന്നെ തിരിച്ച് വന്ന് സ്വിറ്റ്സർലാൻഡിലേക്ക് എത്താം എന്നാണ് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 7 മണിയൊക്കെ ആയി നേരത്തെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് കേട്ടോ. 7 മണിക്ക് ഞങ്ങൾ ചെക്കൗട്ട് ചെയ്ത് ഇനി തിരിച്ച് ഈ ഹോട്ടലിലേക്ക് വരുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ പെട്ടി ലഗേജ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ എടുത്ത് കഴിപ്പിച്ചു. ഇനി എവിടെയാണ് എന്നുള്ള ലൊക്കേഷൻ ഞങ്ങൾ സ്റ്റേ ചെയ്യാനുള്ള ലൊക്കേഷൻ കണ്ടുപിടിക്കണം. അത് ഇന്ന് തന്നെ ബുക്ക് ചെയ്യാൻ വേണം. തിരിച്ചങ്ങോട്ടെത്തുമ്പോഴേക്കും ഓൾറെഡി ടൈമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. എന്തായാലും നല്ല ലേറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് സമയം കാണിച്ചിട്ടുണ്ടെങ്കിൽ 3 മണിക്കൂർ 4 മണിക്കൂറിനുള്ളിൽ എത്തും എന്നാണ് കാണിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ അതിനനുസരിച്ച് മൈൻഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇത്ര സമയം ഒരു 3-4 മണിക്കൂർ എന്തായാലും ഉണ്ടാവും എന്നുള്ളൊരു പ്ലാനിങ് തന്നെയാണ് പോകുന്നത്. അപ്പം ആ ഒരു രീതിയിലുള്ള പ്രിപ്പറേഷൻസ് ചെയ്യാം. എന്തെങ്കിലും പുറത്തുനിന്ന് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും പോകുന്ന വഴിക്ക് എന്തെങ്കിലും സ്നാക്സോ കാര്യങ്ങളോ ചെറിയ രീതിയിലുള്ള ജ്യൂസോ കാര്യങ്ങളൊക്കെ വാങ്ങി വെക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അങ്ങനെ ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പതുക്കെ ഇങ്ങനെ വണ്ടി മുന്നോട്ട് പോവാണ്. എനിക്കാണെങ്കിൽ എൻ്റെ കണ്ണിൽ ഇങ്ങനെ ഇന്നലത്തെ ക്ഷീണം മുഴുവൻ നിൽക്കുന്നുണ്ട്. നല്ല ഉറക്കം വരുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ ഡ്രൈവർ ഞാനിരുന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും ഇരുന്ന് ഉറങ്ങുന്നത് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ നല്ല സഹിച്ച് ക്ഷമിച്ച് എൻ്റെ ഉറക്കം ഞാൻ കടിച്ചമർത്തി നിന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറുതായിട്ടൊന്ന് ഉറങ്ങാതെ എനിക്ക് പറ്റില്ലാതായി. അപ്പോൾ ഞാനൊരു പവന പഠിക്കാൻ വേണ്ടിയിട്ട് മോനെ മുന്നിൽ കയറ്റിയിരുത്തിയിട്ട് ഞാൻ നിന്ന് ബാക്കിലിരുന്ന് ചെറിയൊരു ഉറക്കം ഉറങ്ങി എഴുന്നേറ്റു. പിന്നെ ഫുൾ എനർജിയിലാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. ബൈ ബൈ.